ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനം. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. 3 വിഷയങ്ങളാണ് എടുത്തു പറയുന്നത്. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, 2 ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, 3 പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രത്യാശ നമ്മളെ സർവശക്തനായ കർത്താവിലാണെങ്കിൽ, നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ അപ്പൻ സർവശക്തനായ കർത്താവ് യേശു മിശിഹാ തമ്പുരാനിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈശോ പറഞ്ഞ തന്നെ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈശോ എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. നമ്മളെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഈശോ നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മളുടെ പ്രത്യാശ ഈശോയിലായിരിക്കണം. മറ്റുള്ള ഈ ലോകത്തിലുള്ള വസ്തുക്കളിലാവരുത്. ആ വസ്തുക്കളിലാവുമ്പോഴാണ് നമുക്ക് നിരാശയും നമുക്ക് അസ്വസ്ഥതയും എല്ലാം ഉണ്ടാകുന്നത്. പ്രത്യാശ നമ്മുടെ സർവശക്തനായ കർത്താവിലാണെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകും, സഹനങ്ങളുണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനെല്ലാം അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതിനേറ്റവും അവിഭാജ്യമായ ഘടകമാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നമ്മൾ ഈശോയുമായിട്ട് ഒന്നിച്ചായിരിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന. ഈശോയുടെ ഹൃദയത്തിനോട് ചേർത്ത് നമ്മുടെ ഹൃദയത്തെ വെച്ച് ആ സ്നേഹം അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളെന്ന് പറയുമ്പോൾ. ഈശോ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഏതെല്ലാം അവസ്ഥകളിൽ നമ്മൾ വീഴ്ചകളിൽ വീണാലും ആ വീഴ്ചകളിൽ നിന്നെല്ലാം നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നമ്മുടെ സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മാനുഷികമായി ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റാം. അതിനെല്ലാം തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ സഹനങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, വിഷമങ്ങളിൽ എല്ലാം സന്തോഷത്തോടെ അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് മുതൽ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഈശോയുമായിട്ട് ഒരുമിച്ചിരിക്കാം. ഈശോയുമായിട്ട് മറ്റുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമില്ലേ? ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ പല വിധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പല വിധത്തിലുള്ള സ്നേഹങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നുണ്ട്. അവരെ കാണാൻ നമുക്ക് എത്രമാത്രം, ഒരാളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കാണാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം പാടുപെടും. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച കർത്താവിനെ കാണാൻ നമ്മൾ എത്രമാത്രം അത്രയും സമയം ചെലവഴിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിക്കണം. 24 മണിക്കൂർ ഒരു ദിവസം ഈശോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദശാംശം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അത് തയ്യാറാവണം. ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂർ സമയമെങ്കിലും ഈശോയുടെ കൂടെ ചെലവഴിക്കാൻ ഒരു ദിവസം നമ്മൾ കണ്ടെത്തണം. അത് വ്യക്തിപരമായ പ്രാർത്ഥനയാകാം, വിശുദ്ധ ബലിയാകാം, ജപമാല പ്രാർത്ഥനയാകാം. ഏതവസ്ഥയിൽ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ടോ അവിടെയെല്ലാം ഈശോയുമായിട്ട് ഒരുമിച്ചിരിക്കുക. അവിടെയൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളുമായിട്ട് പ്രലോഭകൻ കടന്നു വരും. അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക്, ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. അവിടെ നിന്ന് ഒഴുകുന്ന തിരുരക്തവും തിരുജലവും നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. ഈ വചനത്തിൻ്റെ അനന്തമായ ശക്തി ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവർ വസിക്കുന്ന ദേശത്തിൻ്റെ മേലും അഭിഷേകമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.